ഇന്ന് നമുക്ക് കുറച്ച് സാൽമൺ ഫിഷ് നാടൻ രീതിയിൽ എങ്ങനെ കറി വയ്ക്കാമെന്ന് നോക്കാം. ഇത് ഞാൻ കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാൽമൺ ഫിഷാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുറച്ച് ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ സവാള. ചെറിയുള്ളി ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരുന്നു. ചെറിയുള്ളി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കുറച്ച് കായം, കുറച്ച് കറിവേപ്പില, നമ്മുടെ ആവശ്യത്തിന്. ഒരു 4-5 തണ്ടെടുത്ത് നമുക്കുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 സ്പൂണ്, 1.5 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, കല്ലുപ്പ്. പിന്നെ 3 അല്ലി കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് മൺചട്ടിയിലാണ് ഞാൻ മീൻകറി വയ്ക്കുന്നത്. മൺചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിൽ അടിവശം മൊത്തം ഒന്ന് ചുറ്റിച്ചു കൊടുത്തു. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും പൊട്ടി വരുമ്പം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി പതുക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് കായം ഇട്ട് കൊടുത്തു. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കായവും എല്ലാം ഒരുവിധം പകുതി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് ചേർത്തിരിക്കുന്നതെല്ലാം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്, പാകത്തിനായി. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി നമ്മുടെ ഇതിനകത്തേക്കിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടികളും എല്ലാം നന്നായിട്ട് ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കതിലോട്ട് പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം ഈ ചാറ് തിളച്ച് പുളി ഇറങ്ങുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക. ഇച്ചിരി തീ കൂട്ടി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തിളച്ച് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇടണം, ഉപ്പിടണം. അതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ചിടാം ആദ്യം. അത് കഴിഞ്ഞ് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. മീൻ കഷ്ണങ്ങൾ എടുത്തിടാം. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്രഷായിട്ടുള്ള കറിവേപ്പിലല്ലേ, അപ്പം നല്ല മണം കിട്ടും. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് കഴിക്കാം. മീൻകറി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് നേരം നമുക്കിത് തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം.
നല്ല കുറുകി ചാറായിട്ട് വരുമ്പോഴാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ ഇവിടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം കുറുകണം, അപ്പോൾ ഇരുന്ന് വെള്ളം വറ്റും മൺചട്ടിയിലായതുകൊണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് നേരത്തെ നോക്കി ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചാറ് കുറച്ചുകൂടെ പറ്റും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.